ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ലൈഫ് സ്പാൻ സൈക്കോളജിയാണ് കേട്ടോ. നമ്മുടെ ലൈഫുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ വളർന്നു, നമ്മൾ ഏത് രീതിയിലാണ് വളരുന്നത്, എന്തോ കാര്യങ്ങൾ ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞൊരു സിമ്പിൾ ചാപ്റ്റർ ആണ്. ആർക്ക് വേണമെങ്കിൽ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി എഴുതാൻ പെടുന്ന ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ് ഈ ലൈഫ് സ്പാൻ സൈക്കോളജി എന്ന് പറഞ്ഞാൽ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഗ്രോത്ത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വളരുക എന്നുള്ളത് തന്നെയാണല്ലേ. സോ ബേസിക്കലി ഒരാൾ ചിന്തിക്കുക, ആ കുട്ടി വളർന്നല്ലോ അല്ലെങ്കിൽ നീ വളർന്നല്ലോ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അയാൾ ഉരുണ്ടിട്ടുണ്ടോ, തടിച്ചിട്ടുണ്ടോ, പൊക്കം വെച്ചിട്ടുണ്ടോ എന്നിട്ടുള്ളതാണ്. എന്നാൽ സൈക്കോളജിയിൽ പറയുവാണ് എന്നുണ്ടെങ്കിൽ വളർച്ച എന്ന് പറയുന്നത് ഫിസിക്കൽ മാത്രമല്ല, അല്ലാതെ കൊഗ്നേറ്റീവ് ഡെവലപ്മെന്റ് ആയിക്കോട്ടെ. ഒരു കുട്ടി എങ്ങനെയൊക്കെ ചിന്തിക്കുന്നു, ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു, അയാളുടെ മെന്റൽ എബിലിറ്റി എങ്ങനെ എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് പറയുന്നത്. നമുക്ക് ഒരുപാട് ഓർഗനൈസേഷൻ ഉണ്ട്, WHO പോലുള്ള ഒരുപാട് ഗ്ലോബൽ ഓർഗനൈസേഷൻസ് ഒക്കെ കുഞ്ഞുകുട്ടികളുടെ ആയാലും അല്ലെങ്കിൽ 0 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിലൊക്കെ ഒരേ സമയത്ത് ഫിസിക്കലും അതിന്റെ കൂടെ തന്നെ മെന്റൽ ഹെൽത്തും വളരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് തന്നെ പല രീതിയിലും പല പ്രോഗ്രാംസുകളും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഗ്രോത്ത് ഫോളോ എ പാറ്റേൺ കോൾഡ് ദ ഗ്രോത്ത് കർവ് വിച്ച് പ്ലോട്ട് വെയിറ്റ് ആൻഡ് ഹൈറ്റ് അഗെയിൻ ഏജ് ടു കമ്പയർ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് വിത്തിൻ ദി ആവറേജ്. സോ നമുക്ക് ഓൾറെഡി അറിയാം ഗ്രോത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ ബേസിക് ആയിട്ട് നോക്കുവാണെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് എല്ലാം പ്രോപ്പർ ആണോ? സോ എപ്പോഴും നമ്മൾ സൈക്കോളജിസ്റ്റുകളൊക്കെ ഒരു പേഷ്യന്റ് വന്നു കഴിയുമ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും വൈകല്യം ഉണ്ടെന്ന് തോന്നുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുക വളർച്ചയൊക്കെ നല്ലതായിരുന്നോ, അല്ലെങ്കിൽ വളർച്ചയൊക്കെ പ്രോപ്പർ ആണോ, പ്രോപ്പർ സമയത്ത് തന്നെയാണോ കമർന്നത് അല്ലെങ്കിൽ എണീറ്റത്, നടന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അതിന് റീസൺ എന്താന്ന് വെച്ചാൽ ഒരു നല്ല ശരീരത്തിന് മാത്രമേ നല്ല മനസ്സുണ്ടാകൂ, അല്ലെങ്കിൽ നല്ല മനസ്സിന് മാത്രമേ നല്ല ശരീരം ഉണ്ടാകൂ എന്ന് പറയുന്നത് പോലെ തന്നെ രണ്ടിനും ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഒരാളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് ഒരുപാട് ഫാക്ടേഴ്സുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ തന്നെ എൻ്റെ സ്വഭാവം നന്നാകണം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം നന്നാവണം എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കാം? നിങ്ങൾ പുറത്തു പോകുമ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, നിങ്ങളുടെ കൾച്ചർ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് രീതിയിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ രീതിയിൽ ചെയ്യുന്നു എന്നുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഒരു അടി ഉണ്ടാക്കേണ്ട സ്ഥലത്ത് വേണമെങ്കിൽ അടിയും ഉണ്ടാക്കാൻ ഒഴിഞ്ഞും പോകാൻ പറ്റും. അപ്പം നമ്മൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നു, എങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറയുന്നതിലാണ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് സൊസൈറ്റി ആൻഡ് എൻവയോൺമെന്റ് ആണ്. നമ്മൾ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു, നമ്മുടെ ചുറ്റുപാടും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ കൾച്ചറാണ്. നമുക്ക് ഓൾറെഡി അറിയാം, നമുക്കൊരു ട്രഡീഷൻ അല്ലെങ്കിൽ കൾച്ചർ എന്ന് പറയുന്നത് എപ്പോഴും മീഡിയ ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. സോ നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അത് ഇച്ചിരി കൂടുതലാണ്. എന്നാൽ പുറത്തുള്ള കമ്മ്യൂണിറ്റിയിൽ കൾച്ചർ എന്ന് പറയുന്നത് ഇച്ചിരി കൂടെ എൻ്റെ ഡിഫറെന്റ് ആണ്. നമുക്ക് കൾച്ചർ വേണമെങ്കിൽ രണ്ട് രീതിയിൽ പറയാം. ഒന്നുകിൽ നമുക്ക് എന്താണ് ഇപ്പൊ പറയുമ്പോൾ ഫോറിൻ കൾച്ചർ, ഇന്ത്യൻ കൾച്ചർ ആ രീതിയിൽ പറയാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യക്കകത്തിന് പിന്നെയും വിവിധ കൾച്ചേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് പ്ലേസ് ആൻഡ് ബയോളജി ആണ്. ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടി ഏത് രീതിയിൽ പഠിക്കുന്നു, ഇമോഷൻസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു, റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ ഫ്രണ്ട്സ് എങ്ങനെ, എത്രത്തോളം എനിമീസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം എനിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എനിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. ആ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇനി ഒന്നെങ്കിൽ എനിക്ക് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെ ഒരു പേഴ്സ്പെക്റ്റീവ് ആണ് എന്നുള്ളത് മാത്രമാണ് കേട്ടോ. ഇനി മേജർ ഏരിയ ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കൊണ്ട് പറയുന്നത്. ഇത്രയും നേരം ഫിസിക്കലും മെന്റൽ എന്നും പറഞ്ഞു, എന്നാൽ അതിന് വീണ്ടും സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് ഫിസിക്കൽ ആണ്. ഹൈറ്റ്, വെയിറ്റ്, മോട്ടോ സ്കിൽ, പ്യൂബർ റിലേറ്റഡ് ട്രാൻസ്ഫോർമേഷൻസ് ആണ്. ഒരാളുടെ പൊക്കം വെക്കുക, വെയിറ്റ് വെക്കുക, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം. ഇത് സൈക്കോളജി ആൻഡ് കോഗ്നേറ്റീവ് ആണ്. അവിടെയാണ് ഒരാൾ എങ്ങനെ പഠിക്കുന്നു, കാര്യങ്ങളൊക്കെ എങ്ങനെ സോൾവ് ചെയ്യുന്നു, അയാൾക്ക് എങ്ങനെയുണ്ടോ, ഓർമ്മയുണ്ടോ, കാര്യങ്ങളൊക്കെയാണ്. നെക്സ്റ്റ് സോഷ്യൽ ആൻഡ് ഇമോഷൻ ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ടോ, ഇമോഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ ഈ സെക്ഷുവാലിറ്റി ആൻഡ് ജെൻഡർ ഐഡന്റിറ്റി ആണ്. ഇവിടെ ബോഡി ചേഞ്ച് മനസ്സിലാക്കണം. ഇപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നൊരു വേർതിരിവും ഡിഫറൻസിയേഷനും കുട്ടികളിൽ തന്നെ വരുന്നത് എപ്പോഴാണ് സെക്ഷൽ ബിഹേവിയർ ഡെവലപ്പ് ആകുമ്പോഴാണ്. ഇപ്പൊ സ്കൂളിലൊക്കെ നമുക്കൊരു 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സോ അല്ലെങ്കിൽ പോട്ടെ ഒരു 8ാം ക്ലാസ്സോ ഒക്കെ ആയി കഴിഞ്ഞാൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുമിച്ചിരിക്കാൻ മടിയാണ്. ആദ്യമൊക്കെ മടി കാണിക്കാറുണ്ട്. പിന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും റിലേഷൻഷിപ്പും മെയിൻറ്റെയിൻ ആയി അത് വളർന്നു വരുമ്പോഴത്തേക്കുമാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പിന്നെ ഒരുമിച്ചിരുന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു അക്സെപ്റ്റൻസ് വരിക. ഇപ്പൊ കൊച്ചു കുട്ടികളൊക്കെ നമ്മൾ പിടിച്ച ആണിൻ്റെ അടുത്തും പെണ്ണെടുത്തിരുത്താൽ കുഴപ്പമില്ല. അവർ പിന്നെ വളർന്നു വരുമ്പോൾ പിന്നെ ആൺകുട്ടികൾ ഇരിക്കില്ല, ആൺകുട്ടികൾ മാത്രം ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യും. ഇതൊക്കെ ആ ഒരു സെക്ഷൽ ആൻഡ് ജെൻഡർ ഐഡന്റിറ്റിയുടെ ബന്ധത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നുള്ളതാണ്. നെക്സ്റ്റ് തിയറീസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. നമുക്ക് ഒരുപാട് തിയറീസ് ഉണ്ട്. നമുക്ക് ഡെവലപ്മെന്റിന് ഒരുപാട് തിയറീസ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. വൈൽ അതേഴ്സ് ബിലീവ് ഇൻ ഒക്കേഴ്സ് ഇൻ സ്റ്റേജസ്. സോ ഡെവലപ്മെന്റ് സംബന്ധിച്ച് ഒരൊറ്റ സ്മൂത്ത് പ്രോസസ് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ സ്റ്റേജ് ആയിട്ട്
പോകുന്ന കാര്യമെന്നും പറയാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ ഡെവലപ്മെന്റ് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എന്താണ് ഓരോ സ്റ്റേജ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കാം. കാര്യം എന്തുകൊണ്ടാണ്? ഓരോ സ്റ്റേജിലും ഓരോ സമയത്തുമാണ് ഡെവലപ്മെന്റ് ഉണ്ടാവുക നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒന്നാം വയസ്സാകുമ്പോൾ കമരുന്നു, എണീക്കുന്നു, നടക്കുന്നു. 2-ാം വയസ്സാകുമ്പോൾ കൈയും കാലും വളരുന്നു എന്നൊക്കെ പറയുന്ന പോലെ സ്റ്റേജ് ആയിട്ട് പറയാം. ഇല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ 1-ാം വയസ്സ് മുതൽ 18-ാം വയസ്സ് വരെ ഒരു വലിയൊരു വളർച്ചയാണ് അല്ലെങ്കിൽ ഗ്രോത്ത് ആണ് എന്ന് നമുക്ക് പറയാം. ഒരുപാട് തിയറീസും മോഡൽസും പറയുന്നുണ്ട്. സോ ക്രിട്ടിക്കൽ പീരീഡ് ഇൻ ഡെവലപ്മെന്റ്, എപ്പോഴാണ് ഡെവലപ്മെന്റിൽ ഒരു ക്രിട്ടിക്കൽ പീരീഡ് എന്ന് പറയുക? സോ ബേസിക്കലി ഒരു കാര്യം പഠിക്കുക, അതായത് ആ ഒരു പാരന്റിങ് കെയർ കിട്ടുന്നതിന്റെ കൂടെ തന്നെ ആ കുട്ടി എങ്ങനെ പഠിക്കുന്നു, ഏത് രീതിയിൽ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ക്രൂഷ്യൽ ഫോർ ലേണിംഗ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പോയിന്റ് തന്നെയാണ്. ഒരു കുട്ടിക്ക് ചില സമയത്ത് നമുക്ക് സ്നേഹവും കെയറും ഒക്കെ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ട്രസ്റ്റ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടി വരും. അങ്ങനെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു എൻവയോൺമെന്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടിയെ സംബന്ധിച്ച് അതിൽ കൺസേൺ ആകും. ഇപ്പൊ എക്സാമ്പിള്, ഒരു കുട്ടി പഠിക്കാനായിട്ട് സ്കൂളിൽ വന്നിരിക്കുമ്പോൾ കുട്ടി ഉച്ചയ്ക്ക് ആഹാരം കൊണ്ടുവന്നിട്ടില്ല, വിശക്കുന്നുണ്ടെങ്കിൽ പഠിക്കുക എന്ന് പറയുന്ന കാര്യം ആ കുട്ടി മറന്നുപോകും, അല്ലെങ്കിൽ ശ്രദ്ധ മറന്നുപോകും. പകരം എവിടെ ശ്രദ്ധിക്കും? എനിക്ക് വിശക്കുന്നു, ആഹാരമില്ല, ആഹാരത്തിന് എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്നത് പോലെ. അപ്പം എല്ലാം പ്രോപ്പറായിട്ട് നമുക്കൊരു കുട്ടിയെ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഡെവലപ്മെന്റ് എല്ലാം പ്രോപ്പർ ആയിരിക്കും എന്നുള്ളതാണ്. ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ്. സോ എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്? സോ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എൻ്റെ പ്രോസസ്സാണ്. ഒരാൾ വളർന്ന് ഗ്രോത്ത് എന്ന് പറയുന്നത് തന്നെ ലൈഫ് സ്പാൻ അകത്ത് വരുന്ന കാര്യമാണ്. ആൻഡ് ടു ഡെത്ത്. സോ ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ ഒരാൾ വളരുന്നു, മാറ്റങ്ങൾ ഉണ്ടാകുന്നു, എൻവയോൺമെന്റ് അനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ചില പോയിന്റിൽ വരാറുണ്ട്. സോ കീ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് സ്പാൻ സൈക്കോളജി. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ബയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ ചേഞ്ച് ആണെന്ന് ഞാൻ പറഞ്ഞു. എൻവയോൺമെന്റ് അതിലൊരു ഇമ്പോർട്ടൻറ്റ് റോളും പ്ലേ ചെയ്യുന്നുണ്ട്. ബയോളജിക്കൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ്? ഫിസിക്കൽ ഗ്രോത്ത്, ജെനറ്റിക്സ്, ബ്രെയിൻ മെച്ചുറേഷൻ, പ്യൂബർട്ടി ആൻഡ് ഏജിങ് ആണ്. സോ ഫിസിക്കൽ ഗ്രോത്ത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ജെനറ്റിക്സ് എന്താണ്? ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ജെനറ്റിക്സ് ആണ്. സോ ജെനറ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, പുതിയ ഓഫ്സെറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കണം. അതായത് പുതിയ കുഞ്ഞുങ്ങൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ബ്രെയിൻ മെച്ചുർ ആകുക, പ്യൂബർട്ടി, അതായത് നമ്മൾ ആ ഒരു വളർന്ന് ആ ഒരു സെക്ഷൽ സ്റ്റേജിലേക്ക് പോകുന്നത്, പിന്നെ ഏജിങ് ഒക്കെ. ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണെങ്കിലോ ലേണിംഗ്, മെമ്മറി, പ്രോബ്ലം സോൾവിങ് ആൻഡ് തോട്ട് പ്രോസസ് ആണ്. സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ് ആണെങ്കിലോ അവിടെ റിലേഷൻഷിപ്പ്, ഇമോഷൻ, പേഴ്സണാലിറ്റി, ഐഡന്റിറ്റി ഫോർമേഷൻ ആണ്. ഇനി ഫോഴ്സസ് ഷേപ്പിംഗ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. സോ എന്തൊക്കെയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഷേപ്പ് ചെയ്യുന്നത്? ഇതെല്ലാം പറഞ്ഞ സെയിം കാര്യമാണ് കേട്ടോ. ബയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ, കൾച്ചർ, ലൈഫ് സൈക്കിൾ ഫോഴ്സ് ഒക്കെയാണ്. സോ ഇവിടെ നമുക്ക് ഇഷ്യൂസ് ഇൻ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നേച്ചർ വിയസ് നേച്ചർ. സോ ഈസ് ബിഹേവിയർ ഇൻഫ്ലുവൻസ് മോർ ബൈ ജനറ്റിക് ഓർ ദ എൻവയോൺമെന്റ്. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ ബിഹേവിയർ, ഒരാളുടെ സ്വഭാവം, ഇപ്പൊ നിങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് ജനറ്റിക് ആണോ എൻവയോൺമെന്റ് ആണോ? നിങ്ങളുടെ അച്ഛന്റെയും അമ്മയിൽ നിന്നും കിട്ടിയതാണോ നിങ്ങളുടെ സ്വഭാവം, അതോ നിങ്ങൾ നിൽക്കുന്ന എൻവയോൺമെന്റ് ആണോ എന്നുള്ളതാണ്. സോ കണ്ടിന്യൂറ്റി വീസ് ഡിസ്കണ്ടിന്യൂറ്റി. ഡസ് ഡെവലപ്മെന്റ് ഹാപ്പൻ ഗ്രാജുവലി ഓർ ഇൻ സ്റ്റേജ്? സോ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഗ്രാജുവലി നടക്കുന്ന കാര്യമാണോ അതോ ഒരു സ്റ്റേജിലാണോ? സ്റ്റെബിലിറ്റി വീസ് ചേഞ്ച്. ആർ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് കൺസിസ്റ്റന്റ് ഓവർ ടൈം ഓർ ഡു ദേ ഇവോൾവ്? സോ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുവാണോ അതോ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുകയാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് മിക്കവാറും നമ്മുടെ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിൽ എപ്പോഴും പ്രോപ്പറായിട്ട് വന്നുകൊണ്ടിരുന്ന കാര്യം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും അറിയില്ല ജനറ്റിക്സ് ആണോ ഇൻഫ്ലുവൻസ്, അത് എൻവയോൺമെന്റ് ആണോ? പലർക്കും പല തിയറീസ് ആണ്, പല രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഈ ലൈഫ് സ്പാനിനകത്ത് തന്നെ ഇപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. സോ ക്രിട്ടിക്കൽ ലൈഫ് സ്റ്റേജിൽ പറയുവാണെങ്കിൽ ദ ഫസ്റ്റ് വൺ ഈസ് പാരലൽ സ്റ്റേജ്. സോ ദ കൺസെപ്റ്റ് ടു ബർത്ത്, അതായത് പാരലൽ പ്രീനാറ്റൽ സ്റ്റേജ് ആണ് കേട്ടോ. അതായത് ആ ഒരു ബർത്തിന്റെ കൺസെപ്റ്റ് ആണ്. ഇൻഫൻസി ആൻഡ് ചൈൽഡ്ഹുഡ് ആണെങ്കിൽ റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ലേണിംഗ് ആണ്. സോ പെട്ടെന്ന് വളർച്ച, പഠനം, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരും. ആൻഡ് അഡോളസെൻസ് ആണെങ്കിൽ ഐഡന്റിറ്റി ഫോർമേഷൻ, പ്യൂബർട്ടി. അഡൽട്ട്ഹുഡ് ആണെങ്കിൽ കരിയർ, റിലേഷൻഷിപ്പ്, പേഴ്സണൽ ഗ്രോത്ത്. ഓൾഡ് ഏജ് ആൻഡ് ഡെത്ത് ആണെങ്കിൽ റിഫ്ലക്ഷൻ ആൻഡ് ഏജിങ് റിലേറ്റഡ് ചേഞ്ചസ്. സോ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ചെക്ക് പോയിന്റ്സ് ഉണ്ട്. ഈ ചെക്ക് പോയിന്റ്സിലൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രീനാറ്റൽ, ദ കൺസെപ്ഷൻ ടു ദ ബർത്ത്. ഇൻഫൻസി ചൈൽഡ് ഉണ്ടെങ്കിൽ റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന പോലെ. അപ്പം നമുക്ക് ഓരോ പോയിന്റിലും ഓരോ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉണ്ട്. സോ ഈ ക്രിട്ടിക്കൽ പോയിന്റ്സ് എല്ലാം പ്രോപ്പറായിട്ട് കടന്നു പോവേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എവിടെയെങ്കിലും വെച്ച് പോസാവും അല്ലെങ്കിൽ സ്റ്റക്കാവും. അപ്പോൾ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് ആയ പ്രോസസ്സാണ്. അവിടെ ബയോളജി, സൈക്കോളജി, സോഷ്യോളജി ഇതെല്ലാം മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് എന്നുള്ളതാണ്.
ഇനി നമ്മൾ നോക്കാൻ പോകണ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്. എന്താ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്? ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ലൈഫ് പ്രോസസ് വിത്ത് കണ്ടിന്യൂസ് ചേഞ്ച് ആണ്. ഗ്രോത്ത് ഉണ്ട്, മെയിൻ്റനൻസ് ഉണ്ട്, അഡാപ്റ്റേഷൻ ഉണ്ട്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഫിസിക്കൽ ബയോളജിക്കൽ, മെയിൻ്റനൻസും ഫിസിക്കൽ ബയോളജിക്കൽ, ആൻഡ് അഡാപ്റ്റേഷൻ എൻവോൺമെന്റൽ. സോ ഇൻഫ്ലുവൻസ് ബൈ കൾച്ചർ, എൻവോൺമെന്റ് ആൻഡ് പേഴ്സണൽ എക്സ്പീരിയൻസ്. സോ ലൈഫ് ലോങ് ഡെവലപ്മെന്റ്. നമുക്ക് ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുവാണോ? ആണ്. നമ്മുടെ സെൽസുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. വി ആർ അണ്ടർ ഗോയിങ് ത്രൂ ഏജിങ് പ്രോസസ്. ലേണിംഗ് ഉണ്ട്, അഡാപ്റ്റേഷൻ ഉണ്ട്, ആൻഡ് മൾട്ടി ഡൈമെൻഷണൽ ഡെവലപ്മെന്റ്. നേരത്തെ പറഞ്ഞ പോലെ ബയോളജിക്കൽ, കൊഗ്നേറ്റീവ്, സോഷ്യൽ ആൻഡ് മൾട്ടി ഡിറക്ഷനിലാണ്. നോട്ട് ഓൾ സ്കിൽ ഡെവലപ്പ് ദ സെയിം വേ. എല്ലാവർക്കും ഒരേപോലെയാണ് ഒരു സ്കിൽ ഉണ്ടാവുക. ഇപ്പോൾ ഞാൻ മെഴുകുതിരി ഉണ്ടാക്കുന്നു എന്നാൽ വേറൊരു സോപ്പ് ഉണ്ടാക്കുന്നു, ഒരേപോലെ സ്കില്ലായിരിക്കും. ഞാൻ നീന്തുന്നു അല്ലെങ്കിൽ ഞാൻ ഓടുന്നു. അപ്പോൾ സ്കിൽ ഡെവലപ്മെന്റ് ഡിഫറെൻറ്റ് രീതി, മൾട്ടി ഡിറക്ഷണൽ ഡെവലപ്മെന്റ് ആയിരിക്കും എന്നുള്ളതാണ്. ചിലത് ഇമ്പ്രൂവ് ആവും, ചിലത് ഡിക്ലൈൻ ആകാം, ചിലത് ഇമ്പ്രൂവ് ആവുന്നതിന് കൂടെ മറ്റൊരു ഡിക്ലൈൻ ആകാം. അപ്പം മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് പ്ലാസിസിറ്റി. പ്ലാസിസിറ്റി എന്താണ്? ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമ്മുടെ ഡെവലപ്മെന്റ് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. സോ ഡെവലപ്മെന്റ് ക്യാൻ ചേഞ്ച് ഡ്യൂ ടു എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് അനുസരിച്ച് ഡെവലപ്മെന്റ് മാറിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമ്മൾ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കേണ്ടാവും, ഓക്കെ ഇത്രയും നാളും ചിന്തിച്ചതും അല്ലെങ്കിൽ നോക്കിയും രീതിയല്ല, മാറ്റമുണ്ട് എന്ന് പറയുന്ന പോലെ. എ ഡാമേജ് ബ്രെയിൻ ക്യാൻ അഡാപ്റ്റ് ആൻഡ് റിക്കവർ സം ലോസ് ഫങ്ഷൻ. നമുക്ക് ഡാമേജ് ആയ ബ്രെയിന് നമുക്ക് ലോസ്റ്റ് ആയൊരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ പോലും അത് തിരിച്ചു കൊണ്ടുവരാനും റിക്കവർ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. ഇനി കണ്ടക്ച്വൽ ഡെവലപ്മെന്റ്. ഇവിടെ സറൗണ്ടിങ് എക്സ്പീരിയൻസും അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ്. ഫാമിലി, കൾച്ചർ, ലൊക്കേഷൻ, ഹിസ്റ്ററി ഒക്കെ ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി സ്റ്റഡി, അതായത് ഡിഫറെൻറ്റ് ഫീൽഡ് സ്റ്റഡി ഡെവലപ്മെന്റ്. സൈക്കോളജി, മെഡിസിൻ, ന്യൂറോ സയൻസ്, സോഷ്യോളജി ഒക്കെയാണ്. നോ സിംഗിൾ സബ്ജക്ട് ഫുള്ളി എക്സ്പ്ലെയിൻ ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഒരിക്കലും ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സൈക്കോളജിക്കോ സോഷ്യോളജിക്കോ അല്ലെങ്കിൽ ന്യൂറോ സൈക്കോളജിക്കോ ഈവൻ മെഡിസിന് പോലും പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് എന്താണ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എല്ലാവരും നമുക്ക് വേണം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഗ്രോത്ത്, മെയിൻ്റനൻസ് ആൻഡ് റെഗുലേഷൻ ആണ്. ഗ്രോത്ത് വെച്ച് എന്താണ്? ലേണിംഗ് ന്യൂ സ്കിൽസ് ആണ്. മെയിൻ്റനൻസ്, കീപ്പിംഗ് എക്സിസ്റ്റിംഗ് എബിലിറ്റീസ്. റെഗുലേഷൻ, അഡാപ്റ്റിംഗ് ടു ചേഞ്ചസ് ആസ് വി ഏജ്. അപ്പോൾ ഈ ഗ്രോത്ത്, മെയിൻ്റനൻസ് എന്ന് പറയുന്നത് എല്ലാം ബയോളജിക്കലാണ്. അവിടെ പുതിയ സ്കിൽ അറ്റൈൻ ചെയ്യുന്നത്, ഈവൻ സെൽ ഡെവലപ്മെന്റ്. മെയിൻ്റനൻസ് ആണെങ്കിലോ എക്സിസ്റ്റിംഗ് എബിലിറ്റീസ് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പുതിയ സ്കില്ലുകളൊക്കെ എടുക്കുന്നത് പോലെ. റെഗുലേഷൻസ് ആണെങ്കിൽ അഡാപ്റ്റ് ടു ചേഞ്ചസ് വി ഏജ്. ഇനി ഡെവലപ്മെന്റ് ഇൻ ലിങ്ക് ടു ഹിസ്റ്ററി. ഡെവലപ്മെന്റിന് ഹിസ്റ്ററിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്നാലും ഉണ്ട് കേട്ടോ. സോ ഈവൻ ഇൻ സൊസൈറ്റി ഷേപ്പ് ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ്. സൊസൈറ്റി പോലും നമ്മുടെ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നുള്ളതാണ്. വാർ, എക്കണോമിക് ചേഞ്ച്, പാൻഡമിക്സ് ഒക്കെ ബാധിക്കാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ തന്നെ പാൻഡമിക് വന്നപ്പോൾ ഒരുപാട് കുട്ടികളുടെ പഠനത്തിന് തന്നെ വൈകല്യം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഡെവലപ്മെന്റും എന്താണ്, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എപ്പോഴും ഹിസ്റ്ററി ആയിട്ട് ലിങ്ക്ഡ് ആണ്. ടൈപ്പ് ഓഫ് ഇൻഫ്ലുവൻസസ് ഓൺ ഡെവലപ്മെന്റ്. എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് ഇൻഫ്ലുവൻസസ്? നോർമേറ്റീവ് ഏജ് ഗ്രിഡ് ഇൻഫ്ലുവൻസസ്, കോമൺ ലൈഫ് ഈവൻ അറ്റ് സർട്ടൻ ഏജ്, പ്യൂബർട്ടി, സ്റ്റാർട്ടിംഗ് സ്കൂൾ, റിട്ടയർമെന്റ്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പ്യൂബർട്ടി ആയിക്കോട്ടെ, സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റിട്ടയർമെന്റ്, ഇവിടെയൊക്കെ നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. റിട്ടയർമെന്റ് ആകുമ്പോൾ എന്താണ് ആലോചിക്കുക? നമ്മുടെ ലൈഫ് കഴിഞ്ഞു, ഇത് നമുക്കൊന്നും ചെയ്യാനില്ല, ഇനി മക്കൾ പറയുന്ന കേട്ട് ജീവിക്കണം എന്ന് പറയുന്ന പോലെ. സ്റ്റാർട്ടിങ് സ്കൂൾ എന്ന് പറയുമ്പോഴോ അച്ഛനും അമ്മയും വിട്ടിട്ടാണ് സ്കൂളിൽ പോവുക. ഒരു 8 hours അവിടെ സ്കൂളിൽ ഇരിക്കണം, കുട്ടികളുടെ പഠിക്കണം, ഹോംവർക്ക് തരുന്നു, വർക്ക് ചെയ്യാനുണ്ട് എന്ന് പറയുന്ന പോലെ. പുബേർട്ടി ആണെങ്കിലോ ആ സമയത്താണ് സെക്ഷൽ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും സ്വന്തമായി ശരീരം എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്ന പ്യൂബർട്ടി സ്റ്റേജിലായിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് നോർമാറ്റീവ് ഹിസ്റ്ററി ഗ്രേഡ് ഇൻഫ്ലുവൻസ് ആണ്. ഇവിടെ ഹോൾ ജനറേഷനെ ഏതെങ്കിലും ഒരു ഇവന്റ് ഇമ്പാക്ട് ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾ COVID-19, ദ ഗ്രേറ്റ് ഡിപ്രഷൻ. സോ COVID-19 എന്ന് വെച്ചാൽ ജോലി നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ലോണൊക്കെ പെൻഡിങ് ആവുന്നു, ഇത് പറയുന്ന പോലെ. ആൻഡ് നോൺ നോർമാറ്റീവ് ലൈഫ് ഇവന്റ് ആണെങ്കിൽ അൺകോമൺ ആണ്. പേഴ്സണൽ ഇവന്റ് ദാറ്റ് ഷേപ്പ് ലൈഫ്, ലോസിങ് എ പാരന്റ് യങ്, വിന്നിങ് എ ലോട്ടറി. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഒരു കുഞ്ഞിന് അമ്മയെ നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ അച്ഛൻ നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ഒരു ലോട്ടറി അടിക്കുക, അല്ലെങ്കിൽ കുറേ ലോട്ടറി അടിച്ചിട്ട് ഒന്നും അടിക്കാതിരിക്കുക എന്ന് പറയുന്ന പോലെ. അത് പേഴ്സണലി ആണ്, ഡിപ്പെൻസിങ് അപ്പോൺ ആണ്, എന്താണോ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ രീതിയാണ്. അപ്പോൾ സമ്മറി പറയുവാണെങ്കിൽ ഡിഫറെൻറ്റ് വേയിലാണ് ലൈഫ് പോകുന്നത്. ബയോളജിക്കൽ ലേണിംഗ്, എക്സ്പീരിയൻസ്, ഹിസ്റ്ററി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഡെവലപ്മെൻറ്റ് യുണീക്കാണ്. ഇറ്റ്സ് ഹാവിങ് ഇറ്റ്സ് ഓൺ പാറ്റേൺ കേട്ടോ. ഇനി ഫാക്ട്സ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. സോ ഡെവലപ്മെന്റ് ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് പ്രോസസ്സാണ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. സോ എയർലി ഫൗണ്ടേഷൻസ് ആർ ക്രിട്ടിക്കൽ. എപ്പോഴും ഒരു എയർലി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരാളുടെ ഹാബിറ്റ്, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ ഇതെല്ലാത്തിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. റോൾ ഓഫ് മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. മെച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ജനറ്റിക്സുമായി ബന്ധപ്പെട്ടാണ്. ഒരാൾ മെച്ചുർ ആവുക എന്ന് പറഞ്ഞാൽ സെക്ഷലി മെച്ചുർ ആവുക, ഫിസിക്കലി മെച്ചുർ ആവുക എന്നതിനേക്കാൾ കൂടുതൽ
ടോട്ടലി ഞാൻ പറഞ്ഞതുപോലെ മൾട്ടി ഡിസിപ്ലിനറി വേയിൽ തന്നെ ഒരു മെച്ചുവർ ആവേണ്ടത് അത്യാവശ്യമാണ്. ലേണിംഗ് പറയുവാണെങ്കിലോ എക്സ്പീരിയൻസും എഫേർട്ടും തമ്മിലാണ് വരിക. ഇതിനെല്ലാത്തിനും അതിൻ്റെതായ ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഇനി ഡെവലപ്മെന്റ് ഫോളോസ് എ പ്രഡിക്റ്റബിൾ പാറ്റേൺ. ഡെവലപ്മെന്റിന് ഒരു പ്രഡിക്റ്റബിൾ പാറ്റേൺ ഉണ്ടോ എന്നുള്ളതാണ്. സോ ഗ്രോത്ത് ഒക്കേഴ്സ് ഇൻ ആൻ ഓർഡർലി വേ ഫോളോയിങ് ഇൻ ടു മെയിൻ ലോസ്. നമുക്ക് 2 ലോ ആണ് ഇവിടെ പഠിക്കാനുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് സെഫലോകോഡൽ ലോ ആണ് കേട്ടോ. സോ ഡെവലപ്മെന്റ് പ്രോഗ്രസ് ഫ്രം ഹെഡ് ടു ഫീറ്റ്. തല മുതൽ കാല് വരെയുള്ള ഡെവലപ്മെന്റ് ആണ് ഈ സെഫലോകോഡൽ ലോ കൊണ്ട് പറയുന്നത്. അതായത് നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് ഒരു കുഞ്ഞായിരിക്കുമ്പം തല വളരുന്നു, കൈ വളരുന്നു, കാല് വളരുന്നു, ഓർഗൻസ് വളരുന്നു, ഇന്റേണൽ ഓർഗൻസ് എല്ലാം വളരുന്നു എന്ന് പറയുന്ന പോലെ. നെക്സ്റ്റ് പ്രോക്സിമോ ഡിസ്റ്റൽ ലോ ആണ്. ഗ്രോത്ത് സ്പ്രെഡ് ഔട്ട്വേർഡ് ഫ്രം ദ ബോഡി സെന്റർ ടു ദ ലിംബ്. ഇപ്പൊ എക്സാമ്പിൾ നമ്മളെ സെന്റർ ഓഫ് ദ ബോഡി എന്ന് പറയുമ്പോൾ എവിടെയാണ്? നമ്മുടെ വയറ്, നമ്മുടെ നെഞ്ച് ഒക്കെയാണ്. അവിടെ നിന്ന് വളർച്ച വരുന്നു എന്ന് പറയുന്നത് പോലെ. വളർച്ച എന്ന് പറയുന്നത് സെന്റർ ഓഫ് ദ ബോഡി നിന്നായിരിക്കും വളർച്ച വരുന്നു എന്ന് പറയുന്ന പോലെ കേട്ടോ. സോ ഓൾ ഇൻഡിവിജ്വൽ ആർ ഡിഫറെൻറ്റ്. എല്ലാ ആൾക്കാരും ഒരുപോലെയാണോ? അല്ല, അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുതന്നെ അതുമായി ബന്ധപ്പെട്ടാണ് അവരുടെ പേഴ്സണാലിറ്റി ബിഹേവിയറുമായി ഷേപ്പ് ആവുന്നത്. ഈച്ച് ഫേസസ് യുണീക്ക് ബിഹേവിയർ. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ആ ഒരു യുണീക്നെസ് കാണിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ, ചില ആൾക്കാർക്ക് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും പേഴ്സണാലിറ്റി നോക്കുവാണെങ്കിൽ. കാര്യം എന്തുകൊണ്ട്? അവരുടെ എക്സ്പീരിയൻസ് അങ്ങനെ ആയിരിക്കും. ചില ആൾക്കാരിൽ അങ്ങനെ ഉണ്ടാവില്ല. ചലഞ്ചസുകൾ ഉണ്ടായിരിക്കാം, ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരിക്കാം. ഇതെല്ലാം തരണം ചെയ്തിരിക്കും പോവുക. അപ്പം അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടാണ് അവരുടെ പേഴ്സണാലിറ്റിയിൽ തന്നെ മാറ്റങ്ങളൊക്കെ വരിക എന്നുള്ളതാണ്. ഇത് നമുക്ക് നമ്മുടെ ലൈഫുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. ആ ഒരു ഐഡിയ മാത്രം മനസ്സിലാക്കി വെക്കുക എന്നതാണ്. ഈച്ച് ഫേസ് ഹാസ് ഹസാർഡ്സ്. ഓരോ ഫേസിലും ഓരോ ഹസാർഡ്സ് ഉണ്ട്. കുഞ്ഞായിരിക്കുക അപ്പം തീ, വെള്ളം. വലുതായിരിക്കുമ്പോൾ എന്താണ്? ഡ്രഗ്സ് അല്ലെങ്കിൽ ആൽക്കഹോളിസം, അങ്ങനെ പറയുന്ന പോലെ കേട്ടോ. അപ്പം ഏതൊക്കെ ഹസാർഡ്സ് ആണ്, ഏതൊക്കെ പോയിന്റിലാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നെക്സ്റ്റ്, സ്റ്റിമുലേഷൻ ഹെൽപ്പ് ഡെവലപ്മെന്റ്. അത് എൻകറേജ് ചെയ്യേണ്ടത് എപ്പോഴും അത്യാവശ്യമാണ്. ഏതൊരു കാര്യത്തിലും, പഠിത്തത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ എൻകറേജ് ചെയ്യണം. നീ ചെയ്യൂ, നിന്നെ കൊണ്ട് പറ്റും, നീ ചെയ്ത് നോക്കണം എന്ന് പറയുന്ന പോലെ. അപ്പം മാക്സിമം പൊട്ടൻഷ്യൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. കൾച്ചറൽ ചേഞ്ച് അഫക്റ്റ് ഡെവലപ്മെന്റ്. സോ കൾച്ചറൽ ചേഞ്ച് എപ്പോഴും, അല്ലെങ്കിൽ ട്രഡീഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ ഇൻഫ്ലുവൻസ് എന്ന കാര്യമാണ്. നീ ഇങ്ങനെ ചെയ്യരുത്, കാലാട്ടരുത്, പ്രശ്നമാണ്, അച്ഛന് കേടാണ് എന്നൊക്കെ പറയുന്ന പോലെ. എന്തുകൊണ്ടാണ്? അതൊക്കെ നമ്മുടെ ഒരു ട്രഡീഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. കാരണം അതിൻ്റെതായ റീസൺസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ ആ ഡെവലപ്മെന്റൽ പാറ്റേണിൽ ചില സമയങ്ങളിൽ കൾച്ചർ തന്നെ മോഡിഫൈ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. എവറി സ്റ്റേജ് ഹാസ് സോഷ്യൽ എക്സ്പെക്ടേഷൻ. എല്ലാ സ്റ്റേജിലും ഒരു സോഷ്യൽ എക്സ്പെക്ടേഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ എന്താണ്, 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയി ജോലി വാങ്ങുക എന്ന് പറയുന്നത് ഒരു എക്സ്പെക്ടേഷൻ ആണ് അല്ലേ. അപ്പം ഓരോ ഇൻഡിവിജ്വലിനും ആ ഓരോ പ്രായത്തിലും ഓരോ രീതിയിലും ഓരോ എക്സ്പെക്ടേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അത് ചിലപ്പോൾ സോഷ്യൽ റൂളായിട്ടും ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് പറയാറുണ്ട്. പക്ഷെ സം കൈൻഡ് ഓഫ് അതൊരു വിയേർഡ് കൈൻഡ് ഓഫ് ആണ്, എല്ലാവർക്കും അക്സെപ്റ്റബിൾ അല്ല എന്നുള്ളതാണ്. ആൻഡ് ട്രഡീഷണൽ ബിലീഫ്സ് ഇമ്പാക്ട് ഡെവലപ്മെന്റ്. സോ ട്രഡീഷണൽ ബിലീഫ്സ് ഇമ്പാക്ട് ചെയ്യുന്നുണ്ടോ എന്നാലും ചോദിക്കുക. ട്രഡീഷണൽ ബിലീഫ്സ് ആണെങ്കിൽ ഒരുപാടല്ലേ, സെൽഫ് ഇമേജിങ് അല്ലെങ്കിൽ അതർ പെർസെപ്ഷനൊക്കെ ഡെവലപ്പ് ചെയ്യാറുണ്ട്. എൻ്റെ ട്രഡീഷൻ എങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല, ചിക്കൻ കഴിക്കില്ല അല്ലെങ്കിൽ മീൻ കഴിക്കില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് അത് സംഭവിക്കുക. പ്രോട്ടീൻ ചിലപ്പോൾ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല, പ്രോപ്പർ പ്രോട്ടീൻ പോലെ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഒരു നോൺ വെജുമായ ആൾക്കാർ കമ്പയർ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ നോൺ വെജ് ആയിരിക്കും ഹെൽത്തി ആയിരിക്കുക, ചിലപ്പോൾ വെജ് ആയിരിക്കും ഹെൽത്തി ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ വെജ് ആയിരിക്കും ഹെൽത്തി ഉണ്ടാവുക, മറ്റവർ ഹെൽത്തി ഉണ്ടാവില്ല. അപ്പം പ്രോപ്പർ ബാലൻസ് ഡയറ്റിനൊക്കെ ചിലപ്പം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പോലും എന്തായിരിക്കാം, നമ്മുടെ ട്രഡീഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറയാം എന്നുള്ളതാണ്. ഇനി റിസർച്ച് മെത്തേഡ് ഓഫ് സ്റ്റഡിങ് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി എവിടെ പഠിച്ചതാ? നമ്മൾ റിസർച്ച് മെത്തേഡ് പഠിക്കും നിങ്ങൾ. അതുമാത്രമല്ല കൊഗ്നേറ്റീവിലൊക്കെ റിസർച്ച് മെത്തേഡ് പഠിച്ചു, അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതിൽ ലോഞ്ചിറ്റ്യൂണൽ മെത്തേഡാണ്. സ്റ്റഡി ദ സെയിം ഗ്രൂപ്പ് ഓവർ എ ലോങ് പീരീഡ്. കുറച്ച് ആൾക്കാർ എടുത്തിട്ട് സെയിം ഗ്രൂപ്പ്, ഇപ്പോൾ എക്സാമ്പിൾ 5 വയസ്സുള്ള കുട്ടികൾ എടുത്തിട്ട് ഒരു ലോങ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് നമ്മൾ പഠിക്കുവാണ്. ഒരു 1 ഇയർ 2 ഇയർ പഠിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുട്ടികളെ ക്ലാസ് റൂമിൽ ബിഹേവിയർ എങ്ങനെയാണ് 5 മുതൽ 15 വരെ അങ്ങനെ പഠിക്കുന്ന പോലെ. സോ അതിന് പ്രോസ് ഉണ്ട് കേട്ടോ. റിയൽ ചേഞ്ചസ് ഓവർ ടൈം. നമുക്ക് ഓരോ ചേഞ്ചും ഓരോ മാറ്റം നമുക്ക് അറിയാൻ പറ്റും. കോൺസ് ആണെങ്കിലും എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിങ് ആണ്. ഇത്ര ആൾക്കാരൊക്കെ പിടിച്ചെടുത്തവരെ നമുക്ക് നോക്കേണ്ട ആവശ്യമല്ലേ. അപ്പോൾ അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നെക്സ്റ്റ് ക്രോസ് സെക്ഷൻ മെത്തേഡാണ്. ഇവിടെ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ് ഒരൊറ്റ ടൈം പഠിക്കുവാണ്. ഇപ്പോൾ എക്സാമ്പിൾ 5ാം ക്ലാസ്സും 10ാം ക്ലാസ്സിൻ്റെയും ഈറ്റിംഗ് ഹാബിറ്റ്സ് എങ്ങനെയാണ്, ക്വിക്കാണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. എന്നാൽ ഓരോ ആൾക്കാരുടെയും ഓരോ സമയത്ത് എങ്ങനെയാണ് മാറ്റം ഉണ്ടാവുക എന്ന് നമുക്ക് പഠിക്കാനായിട്ട് പാടാണ്. ഇനി സീക്വൻഷ്യലാണ്. ഇവിടെ ലോഞ്ചിറ്റ്യൂഡിൻ്റെയും ക്രോസ് സെക്ഷൻ്റെയും മെത്തേഡിൻ്റെയും കോമ്പിനേഷനെയാണ് സീക്വൻഷ്യൽ പറയുക.
സോ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിൽ നമുക്ക് മൾട്ടിപ്പിൾ ടൈം ടെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ ടൈം ലാഗ് മെത്തേഡാണ്. ഇവിടെ സ്റ്റഡീസ് ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിനെ ഡിഫറെൻറ്റ് ഇയർ ടു മെഷർ ഹിസ്റ്റോറിക്കൽ എഫക്റ്റ് ഓൺ ബിഹേവിയർ. സോ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ നമ്മൾ പഠിക്കുന്ന രീതിയാണ്. ഇത് ലോങ് ടൈം കൺസ്യൂമിങ് ആണ്, എന്നാൽ കൂടുതൽ പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ്. ഒരുപാട് ആൾക്കാരെ വേണം, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സമ്മറി ആയിട്ട് പറയുവാണെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്നത്, കൾച്ചർ എന്ന് പറയുന്നതും സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുന്നതും എല്ലാം എന്താണ്, ഇതിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഇൻറ്റൻഡ് ഓരോ ഏജ് ഗ്രൂപ്പിലും ഓരോ രീതിയിലുമാണ് എന്നുള്ളതാണ്. ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ് ഇത്. കഴിഞ്ഞ് നിങ്ങൾ റെഫറൻസ് നോട്ടും കൂടെ വായിച്ചു കഴിയുമ്പം നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ കിട്ടും. അങ്ങനെ തന്നെ പോവാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.